എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് നാടുകൊണ്ട് സ്കൂളിൽ വരെ പോകണം. ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഇന്നാണ് കിട്ടുന്നത്. അപ്പം അതൊക്കെ വാങ്ങാൻ പോകണം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു ഇന്നത്തെ വിശേഷങ്ങൾ മെയിൻ ആയിട്ട് നമ്മുടെ സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഇത് ആർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ്, ആർക്കും ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഉച്ചയൂണ് പരിപാടി. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പേസ്റ്റ് വന്ന് പറയുന്നത് എടുക്കുമ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം എടുക്കും, ഡിലീറ്റ് ചെയ്യുകയോ എടുക്കും, അങ്ങനെ കേട്ടോ. അപ്പൊ നമുക്ക് അതൊരു സമയവും പോകും അങ്ങനെ. അപ്പൊ ഇന്നെന്തായാലും ഞാൻ ഇത് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പൊ എന്താണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് അങ്ങനെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ എന്തായാലും ഒരു കമന്റും കൂടെ, നല്ല കമന്റ് ഇട്ട് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരെ അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കള ചെല്ലുമ്പോൾ എനിക്ക് എപ്പോഴും ആദ്യമേ എന്ത് ചെയ്യണം, ആദ്യമേ ഏത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. അത് എപ്പോഴും അതെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സ്റ്റക്കായി നിൽക്കും. പിന്നെ എപ്പോഴും തന്നെ ഇതുപോലെ ഒന്നേ ചായ വെക്കും, അല്ലേ അരി ഇടും. അതായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അതേണ്ട അരി ആദ്യമേ തന്നെ ഇടാന്നോർത്ത്, അടുപ്പിലോട്ട് ഇടാന്നോർത്ത് അങ്ങ് കഴുകാനെടുത്ത് ഞാനിതുപോലെ നമ്മുടെ ടാപ്പ് വാട്ടറിൽ 2 വട്ടവും പ്യൂരിഫയറിൽ 1 പ്രാവശ്യവും കൂടെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ അരി അടുപ്പിടുന്നത്. മറ്റേ അരിയാണെങ്കിൽ 3 പ്രാവശ്യം ടാപ്പ് വാട്ടറിലും പിന്നെ ഇത് പ്യൂരിഫയറിലൂടെ ഒന്ന് കഴുകിയെടുക്കുവേ. മറ്റേന്ന് തവിട് ഭയങ്കര കൂടുതലാണല്ലോ. എത്ര കഴുകിയാലും കയ്യിലൊക്കെ ഒരു പശപ്പോ ഒരു എണ്ണമയം പോലൊരു ഫീലല്ലേ, കളറും ഒക്കെ ആയിട്ട്. അപ്പം അത് കൂടുതൽ കഴുകും. ഇതിന് പിന്നെ ഒട്ടും അങ്ങനെ പോവാൻ എനിക്ക് തോന്നുന്നില്ല. കഴുകുമ്പോഴത്തേനും അധികം കളറൊന്നും ഇല്ല, വൈറ്റ് കളറേ ഉള്ളൂ. അപ്പം അത് ഞാൻ 3 പ്രാവശ്യമേ കഴുകത്തുള്ളൂ കേട്ടോ. അങ്ങനെ അരി കഴുകിയതിന് ശേഷം ഞാൻ പപ്പടം കാച്ചാന്ന് ഓർത്ത് ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നത് ചോറിന് പപ്പടം, പിന്നെ ഒരു മീൻ വറുത്തതും, പയറുമെഴുക്കുവരട്ടി, രസവും, പിന്നെ ഒരു മുട്ട പൊരിച്ചതും, പിന്നെ ഒരു ചമ്മന്തി കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ പോകേണ്ടി വന്നുകൊണ്ട്. അപ്പോൾ ഇത്ര സാധനമാണ്. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്ത് ഈ ചട്ടിയിലാണ് കേട്ടോ പപ്പടം കാച്ചുന്നത്. ഇത് ചട്ടി പപ്പടം കാച്ചാനും പിന്നെ മീൻ വറുക്കാനും അങ്ങനെയൊക്കെ ഓർത്ത് മേടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇന്ന് പയറുമെഴുക്കുവരട്ടിയും കൂടെ വെക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ വെക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു ടേസ്റ്റ് ആണല്ലോ, ഒരു വേറെ ടേസ്റ്റ് അല്ലേ ഇരുമ്പ് പാത്രങ്ങൾക്കകത്ത് കറിയൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഇന്ന് അതിനകത്ത് വെക്കാമെന്ന് ഓർത്തിട്ട് ആദ്യമേ അങ്ങ് പപ്പടം കാച്ചും, എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന എണ്ണയ്ക്കകത്തോട്ട് മെഴുകുവരട്ടി ആക്കാം ആ പാത്രത്തിൽ നിന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പപ്പട പാത്രത്തിനകത്തോട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ വെച്ചത്. എണ്ണ ഇങ്ങനെ അടിയിലോട്ട് പാത്രത്തിൻ്റെ അടിയിൽ വന്നിരിക്കുമല്ലോ, അപ്പോൾ അതെല്ലാം കൂടി ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളൂല്ലോ. അപ്പോൾ ഞാൻ ആ ടിഷ്യൂവിൻ്റെ മണ്ടഭാഗം, ആ കവറിൻ്റെ മണ്ടഭാഗം ഒന്ന് നേരെ ലൈനായിട്ട് കേട്ടോ കട്ട് ചെയ്ത് വിട്ടത്. അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നേരെ തന്നെ പപ്പടം എല്ലാം അങ്ങ് കാച്ചെടുക്കുവാണ്. പപ്പടം കാച്ചാൻ ഈ പറഞ്ഞ പോലെ കൈ പൊങ്ങി പോകുന്ന പേടി എണ്ണയിൽ. പിന്നെ ഈ കത്തി വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പം എടുക്കുന്നത്. ഇങ്ങനെ എൻ്റെ ഒരു പപ്പടം കുത്തി ഉണ്ടായിരുന്നു, അത് കാണാതെ പോയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും പപ്പടം കുത്തി കാണണ്ടില്ല, എവിടെ പോയെന്നൊരു പിടുത്തമില്ല. ഇവിടെ എന്തെങ്കിലും അടിവെല്ലാം പെട്ട് കിടപ്പുണ്ടായിരിക്കും. പിന്നെ എണ്ണ എടുത്ത് ചൂടാവാൻ വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേട്ടോ സാധനം കാണാത്ത. പിന്നെ അധികം തേടാൻ നിന്നില്ല, എണ്ണച്ചട്ട് കരിഞ്ഞു പോലോന്ന് ഓർത്ത് കൈ കിട്ടിയ ഒരു ഐഡിയ കേട്ടോ, കത്തി വെച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്ത്. അങ്ങനെ പപ്പടം എല്ലാം കാച്ചി നേരെ കൊണ്ടുപോയി ടേബിളെ വെച്ച്. അപ്പോൾ ഉണ്ടാക്കുന്ന അങ്ങ് ടേബിളെ വെച്ചേക്കാന്ന് ഓർത്തതാകുമ്പോഴത്തേനും പിന്നെ ഇവിടെ നമുക്ക് ഇട കിട്ടുമല്ലോ. പിന്നെ നേരെ തന്നെ നമ്മുടെ രസത്തിനുള്ള പുളി. അയ്യോ, എനിക്ക് എപ്പോൾ കണ്ടാലും ഉണ്ടല്ലോ ഒരു നുള്ളു പുളി എടുത്ത് വായിലിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ളൊരു ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോഴും പുളി കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊച്ചിലേ തൊട്ട് എൻ്റെ ഒരു ഫേവററ്റ് സാധനമാണ് ഈ പുളി. അപ്പോൾ അമ്മ ഉണ്ടല്ലോ രസം ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ കുഞ്ഞിലേ തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തൊള്ളി ഇതുപോലെ മേടിക്കും ഈ പുളിക്കരുന്ന്. പിന്നെ അതുപോലെ തന്നെ അമ്മ അത് പിഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, പുളിക്കുള്ള ഇത് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി വെച്ചേക്കുമല്ലോ അതിൻ്റെ ആ ചണ്ടി, അതും കൂടെ ഞാനെടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പുളിയെ. അങ്ങനെ രസം ഉണ്ടാക്കാൻ വേണ്ടി ഇതേ പുളിക്കകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കുവാണ്. അപ്പോഴത്തേനും പുളി നമ്മൾ കറി വെക്കാറാകുമ്പോഴത്തേനും എല്ലാം കൂടെ ഒന്ന് കുതിർന്ന് അതിൻ്റെ ഒരു പുളിപ്പ് എല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് ഞെരടി എടുക്കുമ്പോഴത്തേനും അത് നല്ല പാകത്തിന് കിട്ടും. അപ്പോൾ അതവിടെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ നേരെ ആദ്യക്കുട്ടിനെ കുളിപ്പിക്കാമെന്ന് ഓർത്ത് വിളിക്കാൻ പോയതാണ്. ആയിക്കോട്ടെ ഭയങ്കര കളിയാണ്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകണം.
അപ്പോഴത്തേനും വാ കുളിച്ച് റെഡിയായി നിൽക്കാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാ. അപ്പം വലിയ ഗമ കളിക്കുവാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അവിടെ നിന്ന് വലിച്ചു പിടിച്ച് കൊണ്ടുവന്ന കേട്ടോ കുളിപ്പിച്ച് അവനെ പിന്നെ നേരെ അങ്ങ് പോകാനുള്ള ഡ്രസ്സ് ഇടിപ്പിച്ച്. അതാകുമ്പോൾ പിന്നെ എന്താ ഇനി പിന്നെ അവൻ്റെ കാര്യം നോക്കണില്ല, അവൻ അത്ര റെഡി ആയാൽ മതിയല്ലോ. ആൺപിള്ളേരാകുമ്പോഴത്തേനും പിന്നെ അധികം ഒരുക്കിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. പിള്ളേരാകുമ്പോൾ നമുക്ക് മുടി കെട്ടിക്കൊടുക്കാനും ഒത്തിരി കാര്യങ്ങൾ കാണുമല്ലോ. അങ്ങനെ ആദ്യക്കുട്ടനെ റെഡിയാക്കി അവൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ടിവിയുടെ മുന്നിലായിരിക്കും. അത് കഴിയുമ്പോഴത്തേനും ഞാൻ നമ്മുടെ പയറ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്ത് വന്ന് പയറ് മെഴുക്കുവരട്ടി ഇതേ അതേ എണ്ണയിലോട്ട്. അപ്പോൾ ഈ പയറ് മെഴുക്കുവരട്ടിക്കുള്ളത് ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു സാധനമെങ്കിലും നമ്മളുണ്ടല്ലോ തലേ ദിവസം ഒന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ കേൾക്കുമ്പോൾ ജോലി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പം എന്താ ഞാൻ അതുകൊണ്ട് പയർ മെഴുകും തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇന്ന് വെക്കണ്ടേന്നൊരു പ്ലാനും കൂടെ നമ്മൾ തലേ ദിവസം ഒന്ന് ചെയ്തിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആകും കിച്ചണിൽ. നമുക്ക് തലേ ദിവസം പിറ്റേ ദിവസത്തെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് നേരെ അതങ്ങ് ചെയ്താൽ മതിയല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് ഏതാ വെക്കണ്ടേ എന്നുള്ളൊരു ഇതിലിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കുറേ നേരം നഷ്ടമാകും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം ഭയങ്കരമായിട്ട് വൈകിയ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും എല്ലാം ഹസ്ബൻഡിനാണേലും കൊടുത്തു വിടാനും രാവിലെ പിന്നെ കഴിക്കാനായിട്ട് ഇവിടെ എഗ്ഗ് മതി, എന്നാലും ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കുന്നു. കൊച്ചിന് സ്കൂളിൽ പോകേണ്ടപ്പോഴാണേലും ഞാനീ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള വെളുപ്പം കാലത്ത് തേക്കുന്ന ആളൊന്നും അല്ല. ഞാൻ അത്യാവശ്യം കുറച്ച് കഴിഞ്ഞ് താമസിച്ച് എൻ്റെ ആവശ്യത്തിനുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞ് കേൾക്കുന്ന ആളാകട്ടോ. അപ്പോൾ അതെനിക്ക് എന്തെങ്കിലും ഞാൻ ബാക്കി ഇവർക്ക് വേണ്ടതൊക്കെ കൊടുത്തും കഴിക്കാനെല്ലാം ആക്കി വിടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തലേദിവസം എല്ലാം ചെയ്ത് വെക്കുന്നുണ്ടാട്ടോ. ഓക്കെ, അതിനെപ്പറ്റി പിന്നെ പറയാവേ. ഞങ്ങൾ ഇതേ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായേ. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞ് 12 ആവാറായി. അപ്പൊ സ്കൂളിൽ ഇപ്പോഴേ പോയില്ലേ പിന്നെ ശരിയാവത്തില്ല. പിന്നെ ഹസ്ബൻഡിന് ഇപ്പം ഇടയ്ക്കൊരു ഒരു ബ്രേക്ക് കിട്ടിയ ടൈം കൂടെയാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പോയിട്ട് വരാന്നോർത്ത് പയറ് മെഴുക്കുവരട്ടി അടുപ്പേ കിടക്കുന്നു. ഇനി ബാക്കിയൊക്കെ വന്നിട്ട് വേണം ചെയ്യാൻ. ആയിക്കോട്ടെ സ്കൂളിലല്ലേ പോകുന്നത്, നോക്കി. ഓക്കെ, അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പം ഇനി സ്കൂളിലെ ബില്ലൊക്കെ ആട്ടോ എടുത്ത് പിടിച്ചേക്കുന്നത്. അപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ടായിരുന്നേ. അതൊക്കെ നോക്കിയിട്ട് പിന്നെ നേരെ വന്ന് ജനലൊക്കെ അടച്ചു കേട്ടോ. അല്ലേ പ്രാവ് എപ്പോൾ അകത്ത് കയറിയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ജനലൊക്കെ അടച്ച് ഞങ്ങളുടെ പുറത്തിറങ്ങി. ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്നു കേട്ടോ. അപ്പൊ ഇത് മുഴുവൻ ആദ്യകുട്ടന്റെ സ്കൂളിന്റെ പുസ്തകങ്ങളും പിന്നെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെയാണ്. അതൊന്നും കാണണ്ടല്ലോ. അപ്പൊ ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. ഇനി ബാക്കി അടുക്കളയിൽ പരിപാടികൾ കിടക്കും. അപ്പൊ പോയി ഇനി അതൊക്കെ ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി വെച്ചു കേട്ടോ. ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. എൻ്റെ മുടി നനഞ്ഞിരിക്കും, എന്നാലും ഉള്ളതെടുത്ത് അങ്ങ് കെട്ടി വെച്ചിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ട്. അപ്പം പയർ മെഴുക്കിട്ട് ഞാൻ അടുപ്പേ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നാൽ നമുക്ക് ഇറങ്ങാം, ഇപ്പോഴാണ് എനിക്ക് സമയമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് വിളിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പയർ മെഴുക്കുരുട്ടി അങ്ങനെ തന്നെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ വന്ന് നേരെ തുറന്ന് കുറച്ച് എണ്ണയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കേട്ടോ. മറ്റേ എണ്ണ കുറച്ചുണ്ടായിരുന്നല്ലോ മിച്ചം. അപ്പം എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ഇളക്കി അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പം ആ നേരത്തെ ഞാൻ നമ്മുടെ രസത്തിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞ് തൊലി കളഞ്ഞൊന്ന് ചതച്ചെടുത്തേ. അപ്പം ഇനി ആ ഇടികല്ലൊക്കെ എടുക്കാനുള്ള മടി കൊണ്ട് ആ എടുത്ത പ്ലേറ്റിനകത്തോട് തന്നെ ഇടികല്ലിൻ്റെ ഇടിക്കുന്ന സാധനം വെച്ച് അങ്ങ് ഇടിച്ചു കേട്ടോ. ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്, മടി കൊണ്ടാണ്. ഞാൻ നല്ല മടിച്ചു കേട്ടോ. അത്യാവശ്യമൊക്കെ ഈസി കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും ചെയ്യുന്നതും. പിന്നെ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ചട്ടിക്കകത്തോട്ട് നോർമൽ നമ്മുടെ രസം എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ആ ഒരു ചതച്ച സാധനം ഇട്ടിട്ട് നേരെ ഞാൻ ചതച്ച മുളക് നമ്മൾ ഈ പീസയൊക്കെ മേടിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കിട്ടുന്ന പാക്കറ്റൊന്നും ഞാൻ കളയത്തില്ലേ. അതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞ പോലെ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കും, ഒരു പാത്രത്തിനകത്താക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ഒറിഗാനോയ് സോസ് ഇതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ കാണും. ഇതുപോലെ നമുക്ക് വേറെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് എടുക്കാം. നമ്മൾ അതിൻ്റെ കൂടെ അവർ ഒത്തിരി വെച്ചേക്കും എക്സ്ട്രാ ആയിട്ട്. അപ്പം ഞാൻ നേരെ തന്നെ രസത്തിന് ആ മുളകും കൂടി ഇട്ടിട്ട് പിന്നെ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നേ, അത് ലാസ്റ്റാണ് ഇട്ടത്.
അപ്പം ഈ രസത്തിനകത്ത് ഞാൻ തക്കാളി ഒന്നും ഇടത്തില്ല കേട്ടോ. ചിലർ തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമല്ലോ, എനിക്കത് വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല എനിക്കിങ്ങനെ. അപ്പോൾ പുളിയുടെ ഒരു ഇത് വരത്തില്ല, തക്കാളിയുടെ എല്ലാം കൂടെ ഒരു ടേസ്റ്റ് വരുമല്ലോ. അപ്പം ഞാനിങ്ങനെ നോർമലായിട്ട് കുറച്ച് കൂടുതൽ കായം ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ രസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രസം എല്ലാം കൂടെ ഞാൻ നോൺ സ്റ്റിക്ക് അലുമിനിയം പാത്രമാണ്. അപ്പോൾ അലുമിനിയം പാത്രത്തിൽ പുളിയംശമുള്ളതൊന്നും വെച്ചേക്കല്ലെന്ന് അമ്മയൊക്കെ പറയുന്നേരം. അപ്പോൾ നേരെ കൈയോടെ സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് അതങ്ങ് മാറ്റിയിട്ട് നമ്മളുടെ മീൻ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമീൻ, എൻ്റെ ഫേവററ്റ് മീൻ തേണ്ടെന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ എൻ്റെ ഫേവററ്റിനകത്ത് ആ നങ്ക, പിന്നെ അത് ഉണ്ടാക്കാൻ ഓർത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് എടുത്തപ്പോൾ ഇതിനകത്തൊന്ന് മറ്റേ കുട്ടമ്മീൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പം ഇത് ഇവിടെ ഈ മീൻ എനിക്ക് മാത്രം മതി, ഹസ്ബൻഡിനും വേണ്ട, ആദ്യക്കുട്ടനും ഞാൻ അധികം കൊടുക്കത്തില്ല. ഉപ്പുമീൻ ഇപ്പോഴേ കൊടുത്ത് അങ്ങനെ ശീലിപ്പിക്കണം എന്ന് ഓർത്തിട്ടാ കേട്ടോ. അപ്പം അത് കുറേ പൊതിയൊക്കെ പൊതിഞ്ഞ് കേട്ടോ അമ്മ അന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപടി തന്നെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് തിരിച്ച് വെച്ച്. ഇനി ഫ്രിഡ്ജിനകത്തൊരു സ്മെല്ലാവണ്ടെന്ന് ഓർത്ത്. ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു അഴുക്ക് സ്മെല്ലായിരിക്കും. ഒരു പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുള്ള അങ്ങനെ. അപ്പം ഈ പല കവറിലും പേപ്പറിലും എല്ലാം പൊതിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് ഒട്ടും സ്മെല്ല് പുറത്തോട്ട് വന്നില്ല കേട്ടോ. അപ്പം അതെല്ലാം എടുത്തിട്ട് ഞാൻ പിന്നെ അതുവഴി തന്നെ തിരിച്ചെടുത്ത് വെച്ചേക്കുവാണ്. അപ്പം ഞാൻ ഒരു നമ്മുടെ ആ വെല്ലിമീൻ മാത്രം മതിയെന്ന് ഓർത്ത് ഒരു കുട്ടനോട് എടുത്തേക്കായി. അതായാലും കഷ്ടപ്പെട്ട് വെട്ടുവാണല്ലോ. എനിക്കാണെങ്കിൽ മീൻ വെട്ടൽ വലിയ വശവേ ഇല്ലാത്ത കാര്യമാണ്. അപ്പം പിന്നെ അങ്ങനെ 2 മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണ് ഏപ്രൺ പോയിട്ട് ഇനിയിപ്പം കുളിച്ച് വന്നുകൊണ്ടേ ഡ്രസ്സല്ല സ്മെല്ലാവണ്ടെന്ന് ഓർത്ത് ഏപ്രണും കൂടി ഇട്ടിട്ട് ഇതേ മീൻ വെട്ടുക. ഈ മീൻ ഞാൻ ഇതിന് മുന്നിൽ ഒരു പ്രാവശ്യം പണ്ട് ഇതുപോലെ ഒന്ന് വെട്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ വെട്ടി വന്നപ്പോഴത്തേനും അതിൻ്റെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞു വന്നു, ഭാഗ്യത്തിന് ഈസി ആയിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഇത് വെച്ച് കത്തി വെച്ച് വെട്ടാൻ നോക്കിയിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം ഞാൻ പോയി ഈ കത്രിക അങ്ങ് എടുത്ത്. ഈ കത്രിക സത്യം പറഞ്ഞാൽ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് മേടിച്ച കത്രികയാണ്, പക്ഷേ മീൻ വെട്ടത്തില്ല. ഞാൻ അത് വെച്ച് ഇങ്ങനെ അല്ലാത്ത കാര്യങ്ങളെല്ലാം പാല് കട്ട് ചെയ്യാനും അങ്ങനെ കൂടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് എടുക്കണ്ടെന്ന് ഓർത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീൻ എന്നെ അതിന് സമ്മതിച്ചില്ല, ഭയങ്കര പാട് അല്ലാതെ വെട്ടാൻ. പിന്നെ നേരെ ചെന്ന് മീൻ കത്രിക തന്നെ എടുത്തു, മീനെല്ലാം വെട്ടി സെറ്റാക്കി കേട്ടോ, ക്ലീൻ ആക്കി. അതിൻ്റെ ഇടയ്ക്ക് മീൻമുള്ള എൻ്റെ കയ്യിലും കൊണ്ടു കേട്ടോ. എനിക്ക് പിന്നെ ഇത് സ്ഥിരം ഏർപ്പാട്, എന്നാ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും കയ്യിൽ. അപ്പം മീനകത്ത് പിന്നെ കുറച്ച് ഉപ്പില്ല, മഞ്ഞപ്പൊടിയും മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മേടിച്ചതിരിപ്പുണ്ടായിരുന്നേ പായ്ക്കറ്റ്. അപ്പം അതും കൂടെ എല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ടോ ഈ വറക്കാൻ എടുത്തേക്കുന്നത്. അപ്പം സൺഫ്ലവർ ഓയിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി. പിന്നെ എനിക്കൊരു കുപ്പിയും കൂടെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അതുപടി അവിടെ ഒരു പാത്രത്തിലാക്കി അങ്ങ് റബ്ബറിട്ട് വെച്ച് കേട്ടോ. അല്ല പിന്നെ ഇനി അടുത്ത പാത്രമൊക്കെ തേടി എടുക്കാനുള്ള മടി കൊണ്ടാണ്. ഇനി ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വേണം പാത്രമൊക്കെ തേടിയെടുത്ത് അതുകൂടെ ഒഴിച്ചു വെക്കാൻ. അങ്ങനെ അതും വെച്ചു, മീൻ അടുപ്പയിലിട്ടു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഇവിടെ ഇഷ്ടമല്ല, ഉണക്കമീൻ കൂട്ടത്തേ ഇല്ല. പിന്നെ ആദ്യക്ക് കൊടുക്കുന്നുമില്ലാത്തതുകൊണ്ട് അവർക്ക് 2 പേർക്കും കൂടെ ഒരു മുട്ട പൊരിച്ചേക്കാന്ന് ഓർത്ത് അതും കൂടെ ഒന്ന് സവാളയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ച്. അപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമീൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ നമ്മുടെ നങ്കുമീൻ ഉണ്ടല്ലോ, ഇത് ആ രസം മാത്രം മതി കേട്ടോ ചോറിന് കൂട്ടാൻ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഉണക്കമീനും മോര് കാച്ചിയതും അതുപോലെ തന്നെ ഉണക്കമീനും രസം ഒരു വൻപയർ തോരൻ കൊണ്ട് ആഹാ. എനിക്ക് പച്ചപ്പയറും അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഇന്ന് എന്താ നമ്മുടെ ഈ ഇരുമ്പ് ചീനച്ചട്ടി വെച്ച് നോക്കിയത് അതിനും കൂടെ കൊണ്ടാട്ടോ. ചൂടോടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുമോയെന്ന് അറിയണമല്ലോ എന്നോർത്ത് അതിനകത്ത് വെച്ചതാണ്. അപ്പോൾ അതേണ്ട മുട്ട ഈ പറഞ്ഞ പോലെ നമ്മുടെ പാത്രത്തിൽ പാനിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ മറ്റേ പാൻ ഞാൻ കയറ്റി വെച്ചു കേട്ടോ. അതിനി കണ്ട എന്നെ ഹസ്ബൻഡ് ഓടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ അതേണ്ട ഈ പിടിയുള്ളതിനകത്ത് വെച്ച്, കാരണം കഴിഞ്ഞ ദിവസം അതെൻ്റെ വക്കത്ത് ഞാൻ കയറി പിടിച്ചിട്ട് പിടിയില്ലല്ലോ, അന്നേരം എൻ്റെ കൈയൊന്ന് പൊള്ളി കേട്ടോ. ഈ പൊള്ളലും മുറിയലുമേ ഉള്ളൂ എനിക്കിപ്പോൾ ഏത് നേരം. അങ്ങനെ അതേ മുട്ട അടുപ്പയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടത്. നമ്മുടെ പച്ചമുളക് ഇടുന്നതിനെക്കാട്ടിലും കുരുമുളകാണ് ഇവിടെ ടേസ്റ്റ് ഇഷ്ടവും. മാത്രമല്ല ആദ്യക്കുട്ടനാണെങ്കിലും കൊടുക്കുമ്പോഴത്തേനും എളുപ്പമുണ്ടല്ലോ. പച്ചമുളക് ഇടുമ്പോൾ അവൻ ചിലപ്പോൾ കയറി എടുത്ത് കടിച്ച് പിന്നെ അടുത്ത വഴക്കല്ല നീറിയിട്ടാണ് കേട്ടോ കൊച്ചു പിന്നെ കാറും. അപ്പോൾ പിന്നെ കുരുമുളക് പൊടി ആകുമ്പോഴത്തേനും കുഴപ്പമില്ല. പിന്നെ ഞാനാണ് ചില നേരം എനിക്ക് ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മുടെ ചുമന്ന മുളകിൻ്റെ പൊടിയും കൂടി ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ അതും കുഴപ്പമില്ല. ഇവർക്ക് 2 പേർക്കുള്ള മുട്ടയും പൊച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ടേബിളിലോട്ട് ആക്കുക. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമുള്ള കുഞ്ഞിക്കറികൾ. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇത്രയും കറികൾ ഒന്നിച്ചാകുമ്പോൾ നമുക്ക് കുറച്ച് കറികളായെന്നും ആകും, എന്നായിട്ട് നല്ല കോമ്പിനേഷനുമാണല്ലോ ഈ രസത്തിൻ്റെ കൂടെ പറഞ്ഞ പോലെ ഈ കറികളൊക്കെ ആകുമ്പോഴേ. അപ്പം അങ്ങനെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള രസം ഒഴിച്ചു. പിന്നെ എനിക്ക് അത്രയും താല്പര്യം ഇല്ലാത്തതാട്ടോ നമ്മുടെ ഈ പയറുമെഴുക്ക് പുരട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഇത് ബീൻസ് എനിക്ക്
അത്രയും പോലും താല്പര്യമില്ല കേട്ടോ. മറ്റേത് നമ്മുടെ ചെറുപയറല്ലാത്ത വൻപയർ അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം അതിവിടെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അതിടാൻ ഞാൻ മറന്നുപോയി. വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണമല്ലോ. അങ്ങനെ ഇതേണ്ട എൻ്റെ രസവും പയറുതോരനും പപ്പടവും മീൻ വറുത്തതും മാങ്ങാച്ചാറും കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു കുഴച്ചൊരു പിടി പിടിച്ച് ആഹാ എന്താ ടേസ്റ്റ് ആയിരുന്നു പറയാം. അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നല്ല ടേസ്റ്റ് കേട്ടോ സത്യത്തിൽ. അല്ലാതെ ഭയങ്കര ടേസ്റ്റ് വരാൻ ചിക്കനോ മട്ടനോ ഒന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ എൻ്റെ കാര്യത്തിൽ. ഇതുപോലെ ഇഷ്ടപ്പെട്ട ചില ചെറിയ കറികളാണേലും അത് മാത്രം മതി കേട്ടോ. അങ്ങനെ എന്തായാലും ഞാനിന്ന് നല്ല ആസ്വദിച്ച് തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എന്നുള്ളതല്ല ഇത്ര ആസ്വാദനമൊന്നും, ഇന്നിപ്പോൾ ഈ കറികളെല്ലാം എനിക്ക് ഇഷ്ടമായിരുന്ന കറികളാട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ആസ്വദിച്ച് തന്നെ എൻ്റെ പാത്രങ്ങളും കഴുകി വെക്കുവാണേ. ഉണ്ടാക്കി വെച്ച സാധനങ്ങളുടെ എല്ലാം പാത്രം അതുപടി തിരിച്ച് കഴുകി കയറ്റണമല്ലോ. അങ്ങനെ അതെല്ലാം കഴുകി കയറ്റി പിന്നെ അവിടെ എല്ലാം ഒന്ന് കഴുകി തുടച്ചിടുക കേട്ടോ. മീനൊക്കെ വെട്ടിയതും മീൻ പാത്രം കഴുകിയതും ഒക്കെ കൊണ്ട് അവിടെ എല്ലാം ഞാനൊന്ന് നന്നായിട്ട് സോപ്പും ഒക്കെ കൂടെ ഒന്ന് ഒഴിച്ചൊന്ന് ക്ലീൻ ആക്കി കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. സ്മെല്ല് വരുമ്പോൾ പിന്നെ എന്തോ പോലെ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് തുണി ഉണ്ടായിരുന്നു അലക്കി ഉണങ്ങിയത് പെറുക്കാൻ. അതൊക്കെ പെറുക്കി ഞാനും ആദ്യക്കുട്ടിനൂടെ കുറച്ച് മാംഗോ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.